അല്ല ഫ്ലെക്സ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പവർ പോയിന്റ് ചെയ്യാം, ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാം. ഇങ്ങനെ പലതരത്തിലുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ക്യാൻവയ്ക്കകത്ത് ഒന്നിനകത്ത് തന്നെ കിട്ടും എന്നതാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ എഡ്യൂക്കുള്ളെന്ന് കൊടുക്കാം. അവിടെ കണ്ടോ അത് ലാപ്ടോപ്പിലും? അതെ, അവിടെ അത് തന്നെ. കളർ കണ്ടോ? അവിടെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതല്ലാണ്ട് നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് അതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു കളർ എടുത്തല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ക്യാൻവാസിന് ഒരു കളറായി. ഇനി അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് മാത്രമായിരിക്കും കൊടുക്കുക. ഉണ്ട്, കണ്ടിരുന്നോ? അത് ഇവിടെ സൈഡിൽ കണ്ടോ? അതെടുത്തോ. ആഡ് എ ഹെഡിങ് കൊടുത്തോ. കഴിഞ്ഞോ? ഫോണിൽ താഴെ ഉണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോണ്ടിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ താഴെ ഒരുപാട് ഓപ്ഷൻസ് വരും. ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, അതിൽ കേട്ടില്ല. അത് സെലക്ട് ചെയ്യും. ടെക്സ്റ്റ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ വേണമെങ്കിൽ. ഫ്ലിപ്പ്. അപ്പോൾ എലമെൻറ്റ്സ് ഒന്ന് എന്താണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മാറുന്നുണ്ട്, അതുപോലെ മുകളിൽ നിന്ന് താഴേക്കൊക്കെ മാറുന്നുണ്ട്. കണ്ടിരുന്നോ? അത് ടൂളാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ച് പ്രൊഫഷണലായിട്ട് പോസ്റ്റർ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് പഠിക്കുമ്പോൾ പൈസ കൊടുത്ത് വാങ്ങിച്ചോ. ശരി, നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? എങ്ങനെയാണ് ഒരു ക്യാൻവാസ് ആദ്യം എടുക്കുന്നതെന്ന് പഠിച്ചല്ലേ? ക്യാൻവ ഓപ്പൺ ചെയ്തു, അതിനകത്ത് ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാണ് പോസ്റ്ററിന് വേണ്ടിയിട്ട് അല്ലേ? ക്യാൻവാസിൽ ലാൻഡ്സ്കേപ്പ് വേണോ, പോർട്രേറ്റ് വേണോ, അത് എന്ത് സൈസിൽ വേണം, സെലക്ട് ചെയ്തു ഒരു ക്യാൻവാസ്. പിന്നെ ക്യാൻവാസിന് എന്ത് കളറാണ് കൊടുക്കുന്നത്, നിങ്ങൾ എടുക്കുന്ന ടോപ്പിക് എന്താണോ അതുമായി ബന്ധപ്പെട്ടൊരു കളർ കൊടുക്കുക. ദെൻ അതിനകത്ത് എന്ത് കൊടുക്കുന്നു? ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുന്നു. നമുക്ക് അതിനകത്ത് എന്തൊക്കെ വേണം? ഹെഡിങ് കൊടുക്കുക, ആഡ് ഹെഡിങ് കൊടുക്കുക, അതിനകത്ത് സബ് ഹെഡിങ് കൊടുക്കുക. പിന്നെ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യുക, ടൈം, ഡേറ്റ്, പ്ലേസ്, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നെങ്കിൽ ഇതെല്ലാം കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ എന്താണ്? ഫോണ്ടുകൾ മാറ്റാം. നമ്മുടെ പിന്നെ എന്തിനാണോ പോസ്റ്റ് ചെയ്യുന്നത് അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഫോണ്ടുകൾ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്തില്ലേ? അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഈ ഫോട്ടോ കൊടുക്കേണ്ടത് കണ്ടോ? ഇത് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്യുക, ഇവിടെ കൊണ്ട് ഇടുക. അപ്പോൾ ഫോട്ടോ അവിടെ കണ്ടോ? ഫോട്ടോ വന്നാണ്ടോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. അപ്പോൾ നമ്മൾ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുക, ഇവിടെ നിന്നൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അടുത്തൊരാളുടെ ഫോട്ടോ ഇനി ഉണ്ടെങ്കിൽ എടുക്കാം. വേറെ ഫോട്ടോ. ഈ ഫോട്ടോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നു, ഓപ്പണായി, അത് അവിടെ വന്നു കണ്ടോ? ഇനി ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടിടുക, വന്നു കണ്ടോ? ഇത്ര സിമ്പിളാണ്. ഫോട്ടോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്താണ്. ചെയ്തോ? എടുത്തോ? അത് ഇതിനകത്ത് ഈ സ്ലൈഡ് കണ്ടോ? ഈ സ്ലൈഡിനകത്ത് തന്നെ ഇതെല്ലാം ഓരോരോ എലമെൻറ്റാണ് കണ്ടോ? ആ സൂര്യനും റെയിൻബോ ഒക്കെ തൂങ്ങി കിടക്കുന്ന ഒരു എലമെൻറ്റാണ്. ആ ബോർഡ് വേറൊരു നമുക്ക് ആവശ്യമുള്ള എഡിറ്റ് നടത്താം. അപ്പോൾ ഗ്രൂപ്പിൻ്റെ പേര്, നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരോ നിങ്ങളുടെ പേരോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. അപ്പോൾ ഈ എലമെൻറ്റ് എനിക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എലമെൻറ്റ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക. എനിക്ക് ആ എലമെൻറ്റ് ആവശ്യമില്ല. ഇതിവിടെ നെറ്റ് കണക്റ്റ് ആവണില്ല. റിഫ്രഷ് ചെയ്യാൻ വയ്ക്കും. നമ്മൾ പോസ്റ്റുകൾ ചെയ്ത പോലെ എലമെന്റ്സിനകത്ത് ആഡ് ചെയ്യാൻ ആവശ്യമുള്ളത് കേട്ടോ.
അവൻ്റെ ഒരു വീഡിയോ എടുത്തു.